ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സ്പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ചായം ചിഹ്നം ശലഭം സമയാസൻ മായിക ലോകത്തിൽ നിന്നും വരൂ. ഈ ഭൂവിൽ 1000 വർണ്ണങ്ങൾ തൂകുവാനായി തെളിയും മഴവിൽ of nature. Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ വിജിത് കുമാർ. പ്രധാന വാർത്തകൾ. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H. അബ്ദുൽ ഖാദർ അന്തരിച്ചു. വിടവാങ്ങിയത് കിഴക്കൻ മേഖലയിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവ്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ നിര്യാണത്തിൽ കിഴക്കൻ തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ അനുശോചനം. അതിർത്തി കടന്നുള്ള ഗതാഗതവും കുറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം ജനുവരി 3 പുനലൂരിൽ 51 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. വാർത്തകൾ വിശദമായി. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H. അബ്ദുൽ ഖാദർ അന്തരിച്ചു. ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവും ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPI പുനലൂർ മണ്ഡലം കമ്മിറ്റി അംഗവുമായ H. അബ്ദുൽ ഖാദർ ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അന്തരിച്ചത്. ദീർഘകാലമായി കിഡ്നി സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ കുഴഞ്ഞു വീണ് തോളലിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. മൃതദേഹം പുനലൂർ CPI മണ്ഡലം കമ്മിറ്റി ഓഫീസിലും ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും പൊതുദർശനത്തിന് വെച്ചു. നിരവധി ആളുകളാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത്.
ഭാര്യ മോനിഷ, മനീഷ എന്നിവർ മക്കളാണ്. നെടുമ്പാറ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ചൊവ്വാഴ്ച മൃതദേഹം കബറടക്കി. ന്യൂസ് ബ്യൂറോ, തെന്മല. കിഴക്കൻ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവായിരുന്നു എച്ച് അബ്ദുൽ ഖാദർ. 2 തവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും 1 തവണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായും എച്ച് അബ്ദുൽ ഖാദർ സേവനമനുഷ്ഠിച്ചു. തോട്ടം തൊഴിലാളികളുടേത് ഉൾപ്പെടെയുള്ള ജനകീയ പ്രശ്നങ്ങളിലെ മുന്നണി പോരാളിയായിരുന്നു എച്ച് അബ്ദുൽ ഖാദർ. നിരവധി സമരങ്ങൾക്കും ജനകീയ പ്രക്ഷോഭങ്ങൾക്കും ഈ ഇടത് യാത്രികൻ നേതൃത്വം നൽകിയിരുന്നു. 2 തവണ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും 1 തവണ ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായും എച്ച് അബ്ദുൽ ഖാദർ സേവനമനുഷ്ഠിച്ചു. 2ാം തവണ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്നതിനിടയിലായിരുന്നു അകാല വിയോഗം. CPI പുനലൂർ മണ്ഡലം കമ്മിറ്റി അംഗം, AITUC തെന്മല വാലി തോട്ടം തൊഴിലാളി യൂണിയൻ വൈസ് പ്രസിഡന്റ്, AITUC ലോഡിംഗ് യൂണിയൻ മണ്ഡലം സെക്രട്ടറി, അമ്പനാട് TR&T ഹാരിസൺ യൂണിയൻ നേതാവ് എന്നീ നിലകളിലും എച്ച് അബ്ദുൽ ഖാദർ ജനകീയനായി. നിരവധി ജനകീയ സമരങ്ങളുടെ മുന്നണി പോരാളിയുടെ അകാല വിയോഗത്തിൽ നാട് ഒന്നടങ്കം തേങ്ങി. നിരവധി ആളുകളാണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ച പുനലൂർ CPI മണ്ഡലം കമ്മിറ്റി ഓഫീസിലും ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയത്. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവും ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എച്ച് അബ്ദുൽ ഖാദറിന്റെ നിര്യാണത്തിൽ പ്രമുഖർ അനുശോചിച്ചു. തെന്മല വാലി എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുനലൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം AITUCയുടെ സമുന്നതനായിട്ടുള്ള നേതാവ് എന്നുള്ള നിലയിൽ കിഴക്കൻ മേഖലയിലെ തെന്മല വാലി എസ്റ്റേറ്റ് മേഖലയിലെ തമിഴ് തൊഴിലാളികളുടെയും മറ്റ് ബഹുജനങ്ങളുടെയും ഏറ്റവും അധികം വിശ്വാസം നേടിയ നേതാവായിരുന്നു. ഏത് വിഷയത്തിലും അദ്ദേഹത്തെ സമീപിക്കാം. അദ്ദേഹത്തിന് ആവുന്ന എല്ലാവിധമായിട്ടുള്ള കഴിവുകളും വിനിയോഗിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനൊക്കെ പരിശ്രമിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും AITUCക്കും ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളും സംരക്ഷകനുമായിരുന്നു സഖാവ് അബ്ദുൽ ഖാദർ. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ നിലവിലെ പ്രസിഡന്റാണ്. മുമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും പഞ്ചായത്ത് അംഗവും ആയിരുന്നുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ നിര്യാണം മൂലം യഥാർത്ഥത്തിൽ ആ കിഴക്കൻ മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടായത്. അബ്ദുൽ ഖാദറിന് തുല്യം അബ്ദുൽ ഖാദർ മാത്രമാണ്. അബ്ദുൽ ഖാദറിൻ്റെ നിര്യാണത്തിൽ ഞാൻ അഗാധമായ അനുശോചനവും ദുഃഖവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ തന്നെ പ്രതീകമായി ആര്യങ്കാവ് മേഖലയിൽ പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകളെ സംഘടിപ്പിക്കുകയും അവരിലൊരു വർഗബോധം പകർന്നു കൊടുക്കാനുമായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച ഒരു നല്ല ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയായിരുന്നു സഖാവ് അബ്ദുൽ ഖാദർ. അദ്ദേഹം 2 തവണ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിച്ച് ഇപ്പോഴും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന ഘട്ടത്തിലും തൊഴിലാളികൾക്കും പാവപ്പെട്ട ആളുകൾക്കും വേണ്ടിയിട്ട് നിരവധി കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിലൂടെ നടപ്പിലാക്കുകയും വികസന കാര്യങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും മറ്റുമെല്ലാം ചെയ്ത് എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയാണ് നമുക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിലുള്ള അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തും. അതിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുവാൻ സജീവ പങ്കാളിയാകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ AITUCയുടെ പ്രമുഖനായ നേതാവായിരുന്നു. കിഴക്കൻ മേഖലയിലെ തെന്മലയുമായി ബന്ധപ്പെട്ട തെന്മല വാലി എസ്റ്റേറ്റ് അത് AITUCയുടെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു. തെന്മല വാലി എസ്റ്റേറ്റ് യൂണിയൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നു സഖാവ് അബ്ദുൽ ഖാദർ. അദ്ദേഹം ദീർഘനാൾ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അതുപോലെ തന്നെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചതിനല്ല സഹകാരി എന്നുള്ള തരത്തിൽ പേരെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ഗുണമായി കാണുവാൻ കഴിയുന്നത് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളോട് വളരെ നീതിപൂർവകമായ സമീപനം അദ്ദേഹം സ്വീകരിക്കും. അവരോട് വളരെ അടുക്കവും അവരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സജീവമായ സാന്നിധ്യവും ഇടപെടലും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ മേഖലയിൽ കിഴക്കൻ മേഖലയിൽ ഒരു പ്രമുഖ നേതാവായി മാറുവാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. CPI എന്ന പ്രസ്ഥാനത്തെ നയിച്ച ഒരു വ്യക്തിയായിരുന്നു അബ്ദുൽ ഖാദർ എന്ന
എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന് വളരെ നർമ്മ രസം കലർന്ന സംഭാഷണവും അതോടൊപ്പം തന്നെ തൊഴിലാളി വർഗത്തിന് വലിയൊരു നേതൃത്വം കൊടുക്കുവാൻ കഴിഞ്ഞു. ആ മേഖലയിൽ വളരെയധികം CPI എന്ന പ്രസ്ഥാനത്തെ വളരെ ശക്തമായി നയിക്കുന്നതിന് അദ്ദേഹം സാധിച്ചു. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായ സമയത്തും അതിന് മുമ്പും അവിടുത്തെ മലയോര നിവാസികൾക്ക് വേണ്ടി, മലയോര മേഖലയുടെ വികസനത്തിന് വേണ്ടി വളരെയധികം പണിയെടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അതിശക്തമായ അഗീതമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വിശ്രാന്തി നേരുന്നു. പഞ്ചായത്തിലെ ഓരോ വോട്ടർമാരുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ സഭാംഗങ്ങളോടും ഞാൻ പങ്കുചേരുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചെറുപ്രായം മുതലുള്ള ബന്ധമാണ് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിൻ്റെ അത്രയുമുള്ളൊരു അടുപ്പമായിരുന്നു. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നും എൻ്റെ കൂടെ നിന്നിരുന്ന സഖാവ് എന്നിട്ട് പോയിരിക്കുന്നു. വ്യക്തിപരമായും വലിയൊരു ദുഃഖത്തിലാണ്. ചെറുപ്പകാലം മുതൽ സുപരിചിതനായ നേതാവായിരുന്നു സഖാവ് H. അബ്ദുൽ ഖാദർ. രാഷ്ട്രീയ പ്രവർത്തനത്തിലും പൊതുജീവിതത്തിലും അദ്ദേഹത്തോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ അനുഭവം ധാരാളം ഉണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ നിര്യാണത്തിൽ കൊല്ലം ജില്ലയുടെ കിഴക്കൻ തോട്ടം മേഖലയിലെ തമിഴ് വംശജരായ തൊഴിലാളികളും അനുശോചിച്ചു. മിക്ക മാനേജ്മെന്റുകളും തൊഴിലാളികൾക്ക് ചൊവ്വാഴ്ച ശമ്പളത്തോടുകൂടിയുള്ള അവധിയും അനുവദിച്ചിരുന്നു. ജില്ലയുടെ കിഴക്കൻ തോട്ടമേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളിൽ ഭൂരിഭാഗവും തമിഴ് വംശജരാണ്. ഇവർക്ക് നൊമ്പരപ്പെടുത്തുന്ന ഒന്നായി മാറി ജയലളിതയുടെ നിര്യാണം. മിക്ക തോട്ടം മാനേജ്മെന്റും ചൊവ്വാഴ്ച തൊഴിലാളികൾക്ക് ശമ്പളത്തോടുകൂടിയുള്ള അവധിയും അനുവദിച്ചിരുന്നു. മിക്ക സ്ഥലങ്ങളിലും ജയലളിതയുടെ ചിത്രം വെച്ച് മാലയിട്ട് പുഷ്പാർച്ചന നടത്തുന്ന തൊഴിലാളികളെ കാണാൻ സാധിക്കുമായിരുന്നു. തങ്ങൾക്ക് വലിയ നഷ്ടമാണ് ജയലളിതയുടെ നിര്യാണത്തിലൂടെ ഉണ്ടായതെന്ന് വിഷമത്തോടെ തൊഴിലാളികൾ അനുസ്മരിച്ചു. അഭിമാനിക്കാനുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു തമിഴ് വംശജരായ ഞങ്ങളുടെ ഒരു മുഖ്യമന്ത്രി ജയലളിത മരണപ്പെട്ടത് RPL മുഴുവൻ തൊഴിലാളിക്കും ഏറ്റവും കൂടുതൽ വിഷമമുള്ള ദിവസമായിരുന്നു. அதாவது தமிழ்நாட்டில் ஒரு முக்கியமந்திரி ஜெயலலிதா சொன்னால் ரொம்ப எல்லாருக்குமே ரொம்ப விசேஷமாக தெரிஞ்ச ஒரு ஆள். அதனால் அது இன்றைக்கி இறந்த தினத்தை முன்னிட்டு கேரளத்தில் இருக்கிற தமிழர்களும் அது ஒரு துக்கத்தை கொண்டாடுறாங்க. அதனால் இந்த தினம் நாங்களும் ஜெயலலிதா இறந்ததுக்கு வேண்டி ஒரு துக்க தினமாக அனுசரித்து. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകര, പുനലൂർ. സദ്യ, ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങി എല്ലാവിധ കാറ്ററിംഗ് സർവീസുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. കൂടാതെ വിവാഹ സംബന്ധമായ മേശ, കസേര, പന്തൽ വർക്കുകൾ, അലങ്കാരങ്ങൾ എന്നിവയും ആൻസി കാറ്ററിംഗ് സർവീസിൽ നിന്നും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകാല, പുനലൂർ. ഫോൺ 9388709485. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ്,
എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാട്. ജയലളിത മരിച്ച പശ്ചാത്തലത്തിൽ അതിർത്തി കടന്നുള്ള വാഹന ഗതാഗതവും നന്നേ കുറഞ്ഞു. ചൊവ്വാഴ്ച ചുരുക്കം ചില വാഹനങ്ങൾ മാത്രമാണ് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി സർവീസ് നടത്തിയത്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത മരിച്ച പശ്ചാത്തലത്തിൽ അതിർത്തി കടന്നുള്ള വാഹന ഗതാഗതവും നന്നേ കുറഞ്ഞു. അതിർത്തി കടന്നുള്ള വാഹന ഗതാഗതത്തിന് കഴിഞ്ഞ ദിവസം തന്നെ സർക്കാർ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോയിരുന്ന ആര്യങ്കാവ് ചെക്ക് പോസ്റ്റുകൾ വഴി വിരലിലെണ്ണാവുന്ന വാഹനങ്ങളും ചുരുക്കം ചില ശബരിമല യാത്രിക വാഹനങ്ങളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ചരക്ക് ഗതാഗതവും നന്നേ കുറഞ്ഞു. ചൊവ്വാഴ്ച നടക്കേണ്ടിയിരുന്ന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളെല്ലാം തന്നെ മാറ്റിവെച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പുനലൂരിൽ നടക്കുന്ന വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവവും ചൊവ്വാഴ്ച നടന്നില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പുനലൂർ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. കുളത്തൂപ്പുഴ വ്യാപാരി ഭവനിൽ ചൊവ്വാഴ്ച സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് പുനലൂർ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കുളത്തൂപ്പുഴ വ്യാപാര ഭവനിൽ ചൊവ്വാഴ്ച നടന്ന കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പുനലൂർ മേഖലാ പ്രസിഡന്റ് സജു എബ്രഹാം അധ്യക്ഷനായി. മേഖലാ ജോയിന്റ് സെക്രട്ടറി അജികുമാർ സ്വാഗതം പറഞ്ഞു. മേഖലാ എക്സിക്യൂട്ടീവ് അംഗം റോയ് സൈമൺ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി ബി രാഹുൽ മേഖലാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി അനിൽ മണിമന്ദിരം ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. മേഖലാ ട്രഷറർ ജി മുരളീധരൻ പിള്ള സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ ബിനു ശിവദാസ്, സുരേഷ് ബാബു, സാജൻ, മുരളീകൃഷ്ണൻ, ശ്രീജിത്ത്, നൌഫൽ, രാജീവ്, നൌഷാദ്, വിനോദ് കുമാർ, സുരേഷ് കലയം തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ പ്രസിഡന്റായി സജു എബ്രഹാമിനെയും സെക്രട്ടറിയായി വി അജികുമാറിനെയും ട്രഷററായി ജി മുരളീധരൻ പിള്ളയെയും തെരഞ്ഞെടുത്തു. 7-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും മേഖലാ കൺവെൻഷനിൽ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കൺവെൻഷന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. സ്വാഗത സംഘ രൂപീകരണ യോഗം പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജനങ്ങളുടെ വരുമാനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചെറുകിടക്കാർക്ക് അവിടെ നിന്ന് വരുമാനം കണ്ടെത്താനുള്ള, ബിസിനസ് നടത്താനുള്ള സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല നടക്കുന്നത്. ഈ കഷ്ടപ്പെടുന്നവനും ക്യൂവിൽ നിന്ന് കുഴഞ്ഞു വീഴുന്നവനും ആശുപത്രി പോകാൻ പൈസ ഇല്ലാത്തവനും മോളെ കെട്ടിക്കാൻ പറ്റാത്തവനും എല്ലാം നാട്ടിലെ പാവപ്പെട്ടവനും. ഇപ്പൊ ജനാർദ്ദന റെഡ്ഡി മുതൽ ബിജു രമേശിന് വരെ കല്യാണം നടത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇന്ത്യയിൽ ഉണ്ടായില്ലല്ലോ. ജനുവരി 3-ന് പുനലൂരിൽ വെച്ചാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ കൺവെൻഷൻ നടക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെ പുനലൂർ സംസം ഹോട്ടലിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് S സാജൻ അധ്യക്ഷനായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിനു ശിവദാസ് ആമുഖ പ്രസംഗം നടത്തി. പുനലൂർ മേഖലാ സെക്രട്ടറി രാഹുൽ നന്ദി രേഖപ്പെടുത്തി. MA രാജഗോപാൽ ചെയർമാനായും ജില്ലാ പ്രസിഡന്റ് സാജൻ വർക്കിംഗ് ചെയർമാനായും ജില്ലാ സെക്രട്ടറി അനിൽകുമാർ ജനറൽ കൺവീനറുമായ 51-അംഗ സ്വാഗത സംഘമാണ് രൂപീകരിച്ചത്. പ്രോഗ്രാം, ഫുഡ്, പബ്ലിസിറ്റി, ഫിനാൻസ്, സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ, മീഡിയ എന്നീ വിഭാഗങ്ങളിലായി സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ക്യാൻസർ രഹിത സമൂഹ സൃഷ്ടിക്കായി പ്രവർത്തിക്കുന്ന ജീവനം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് വിതരണവും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ശശികല മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടവരെ സഹായിക്കുകയും ക്യാൻസർ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്ന ആരോഗ്യ ജീവകാരുണ്യ പ്രസ്ഥാനമായ ജീവനത്തിന്റെ മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ശശികല നിർവഹിച്ചു. മനുഷ്യത്വം മരവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനും ഉള്ള ഒരു സന്മനസ് ഉള്ള അംഗങ്ങൾ നമ്മളോടൊപ്പം പങ്കാളികളാകുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും ഒരു മുതൽക്കൂട്ടാവും എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇതിന് എല്ലാവിധ ആശംസകളും അറിയിക്കും. പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് A ആസാദ് ആദ്യ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം അമ്പിളി രാജീവ്, P ഗോപാലൻ, ബിജു തുണ്ടിൽ, D ശ്രീജിത്ത്, S ശ്യാമവർണ്ണൻ, ശിവാനന്ദൻ നായർ, അനൂപ് സുരേന്ദ്രൻ, മുഹമ്മദ് ഷഹീർ, പ്രമോദ്, അഞ്ജന ഘോഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്
as pure as your love. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഫോൺ 0475 2273 634. മനോഹരവും ഉറപ്പുള്ളതുമായ ഫർണിച്ചറുകൾ സ്വന്തം പണിശാലയിൽ മാത്രം നിർമ്മിച്ചു നൽകുന്നു. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. എല്ലാവിധ തടികളും ഉരുപ്പിടികളും മൊത്തമായും ചില്ലറയായും മിതമായ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. ബാബറി മസ്ജിദ് ദിനാചരണത്തിന്റെ ഭാഗമായി ഓൾ ഇന്ത്യ ഇമാംസ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ പുനലൂരിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാലിഹ് മൗലവി അൽ കാസിമി പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ബാബറി മസ്ജിദ് ദിനാചരണത്തിന്റെ ഭാഗമായാണ് ആൾ ഇന്ത്യ ഇമാംസ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കുക, ജനാധിപത്യം സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യമുയർത്തി നടന്ന പ്രതിഷേധ കൂട്ടായ്മ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാലിഹ് മൗലവി അൽ കാസിമി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് നുണകൾ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. അതിലെ ഏറ്റവും പെരും നുണയാണ് അമ്പലം നിന്ന സ്ഥലത്ത് ബാബരി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടു എന്നുള്ളത്. അതിന് ചരിത്രപരമായി യാതൊരു രേഖയും സമർപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ബാബരി മസ്ജിദ് അമ്പലം പൊളിച്ചിട്ടാണ് പണിഞ്ഞത് എന്നത് ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരന്റെ കൈകളിൽ നിന്നും ഇന്ത്യ മോചിതമായി ഇതിനു ശേഷവും ഇരു സമുദായവും തമ്മിൽ സ്പർദ്ധ നിലനിൽക്കാൻ വേണ്ടിയും ബ്രിട്ടീഷുകാരൻ പടച്ചുവിട്ട ഒരു നുണയാണ് അമ്പലം പൊളിച്ചിട്ടാണ് ബാബരി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത് എന്ന്. ദാറുൽ കള സംസ്ഥാന പ്രസിഡന്റ് ഉള്ളാട്ടിൽ അബ്ദുൽ ലത്തീഫ് മൗലവി, മുഹമ്മദ് ഷാഹിദ് മൗലവി, അൻസറുദ്ദീൻ, സാബു കൊട്ടാരക്കര, അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ, വയ്യാനം ഷാജഹാൻ മന്നാനി, അബ്ദുൾ ജലീൽ മുസ്ലിയാർ, സലീം രാജ്, സിദ്ദിഖ് ബാഖവി, മുഹമ്മദ് റഫീഖ് കാസിമി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H. അബ്ദുൽ ഖാദർ അന്തരിച്ചു. വിടവാങ്ങിയത് കിഴക്കൻ മേഖലയിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവ്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ നിര്യാണത്തിൽ കിഴക്കൻ തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ അനുശോചനം. അതിർത്തി കടന്നുള്ള ഗതാഗതവും കുറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം ജനുവരി 3 പുനലൂരിൽ 51 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു.
ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം. വാർത്തയ്ക്കുള്ളിലെ കാഴ്ചകൾ, കാഴ്ചയുടെ കാണാപ്പുറങ്ങൾ, കാണാപ്പുറങ്ങളിലെ നർമ്മരസങ്ങൾ. പോയ ആഴ്ചയിലെ വാർത്തകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം, ആഴ്ചവട്ടം കാണാൻ മറക്കരുത്. നമ്മുടെ നാട്ടിലെ നിരവധി രസകരമായ കാഴ്ചകൾ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അവ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നമുക്കത് ആഴ്ചവട്ടത്തിലൂടെ അവതരിപ്പിക്കാം. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ 9605234892.